യേശു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനിരിക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ. പക്ഷേ ആദ്യം തനിക്കു തന്നെ വിശ്വാസമില്ലാതിരുന്ന ഒരാൾ, മോശയെ കുറിച്ചാണ്. മോശയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: നമ്മുടെ ബലഹീനത ദൈവത്തിന് ബലമായി മാറാം. മോശയുടെ ജനനം അടിമത്വത്തിന്റെ കാലത്തിലാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരണം അവനെ തേടിയെത്തി. എന്നാൽ ദൈവം ഒരു മഹത്തായ ഉദ്ദേശത്തിനായി അവനെ രക്ഷിച്ചു. അതുപോലെ നമുക്കും ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ തോൽവിയും നിരാശയും ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, വിശ്വസിക്കുക, ദൈവം നമ്മെ ഒരു ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചത്. മോശ വളർന്നത് ഈജിപ്തിലെ രാജധാനിയിൽ. അറിവ്, ആഡംബരം, ശക്തി എല്ലാം അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ തൻ്റെ ജനത്തിൻ്റെ വേദന കണ്ടപ്പോൾ മനസ്സ് കുലുങ്ങി. അവൻ അവരെ സഹായിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. അതിനുശേഷം അവൻ മരുഭൂമിയിലേക്ക് ഓടി. 40 വർഷം അവൻ അവിടെ ഒരാട്ടിടയനായി ജീവിച്ചു. ലോകം അവനെ മറന്നു, പക്ഷേ ദൈവം അവനെ മറന്നില്ല. മരുഭൂമിയിൽ മോശ ദൈവത്തിന്റെ ശബ്ദം കേട്ടു: മോശേ, നീ പോകണം, എൻ്റെ ജനത്തെ മോചിപ്പിക്കണം. മോശ പറഞ്ഞു: ഞാൻ ആർക്കാണ്? ദൈവം പറഞ്ഞു: ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അതാണ് വിജയത്തിന്റെ രഹസ്യം. നമ്മൾ ആരാണെന്നതല്ല, അതല്ല പ്രാധാന്യം. ദൈവം നമ്മോടൊപ്പമുണ്ടോ എന്നതാണ്. മോശ ഭയപ്പെട്ടു, സംശയിച്ചു, പക്ഷേ അവൻ അനുസരിച്ചു. അവന്റെ നാവിന് കെട്ടുകൾ, വിക്കൻ, വാക്കുകൾ കുറവായിരുന്നവൻ ഒക്കെ ആയിരുന്നു. അവൻ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരിയോട് എങ്കിലും അവൻ നേരിട്ടു. അവന്റെ കയ്യിൽ കേവലം ഒരു വടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം അത് അത്ഭുതങ്ങളുടെ ഒരു ആയുധമാക്കി മാറ്റി. മോശയുടെ ജീവിതം നമ്മോട് പറയുന്നു: കുഞ്ഞെ, നീ എത്ര ബലഹീനനാണെങ്കിലും ദൈവം നിന്നെ ഉപയോഗിക്കും. കുഞ്ഞെ, നീ എത്ര തോറ്റുപോയതാണെന്ന് തോന്നിയാലും ദൈവം നിന്നെ ഉയർത്തും. കുഞ്ഞെ, നീ മരുഭൂമിയിലാണെങ്കിലും ദൈവം നിന്നെ നയിക്കും. ആമേൻ. മോശയെ പോലെ നമ്മളും ഒരു ദിവസം നമ്മുടെ ചുവന്ന കടൽ നേരിടേണ്ടി വരും. എന്നാൽ വിശ്വാസം കൊണ്ട് മുന്നോട്ട് നീങ്ങുക. കടൽ പിരിയും, വഴി തുറക്കും. ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.